പുതിയ റിലീസുകൾ വന്നപ്പോൾ ആ കൂട്ടത്തിൽ കണ്ടൊരു സിനിമയാണ് ട്വിസ്റ്റേഴ്സ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. 96 പുറത്തിറങ്ങിയിട്ടുള്ള ട്വിസ്റ്റർ എന്ന സിനിമയുടെ ഒരു സീക്വലായിട്ട് വന്നിട്ടുള്ളൊരു സിനിമയാണ് ഇത്. സീക്വൽ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ അതേ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ഒരു സ്റ്റാൻഡ് ഓൺ സെറ്റപ്പിലാണ് ഈ ഒരു സീക്വൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ട്വിസ്റ്ററിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് അതും ഈ പറഞ്ഞ പോലെ ഒരു ഡിസാസ്റ്റർ സെറ്റപ്പിൽ വരുന്നൊരു സിനിമയാണ്. ആൻഡ് എനിക്കത് കണ്ടപ്പോൾ ഒരു ആവറേജ് ആയിട്ട് തോന്നിയുള്ളൂ. ഇപ്പോൾ സ്റ്റോറി ടെല്ലിങ്ങും വെച്ചിട്ട് അങ്ങനത്തെ സംഭവങ്ങളിലൊന്നും അങ്ങനെ ഗ്രേറ്റ് ആയിട്ട് പറയാനില്ലെങ്കിൽ പോലും വിഷ്വൽ എഫക്ട്സും അതുപോലെ സൗണ്ട് രീതിയിലുള്ള സംഭവങ്ങളൊക്കെ നല്ല രസമുണ്ട് എന്നുള്ളൊരു ഫാക്ടർ കൊണ്ട് മാത്രം ആ ഒരു രീതിയിൽ മാത്രം ആ സിനിമ അങ്ങനെ കണ്ടിരുന്ന പോകാൻ എന്തായിരുന്നു ട്വിസ്റ്ററിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ സിമിലർലി ആ ഒരു ലെവലിൽ തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു സിനിമയിലോട്ട് വരുമ്പോൾ പ്രതീക്ഷിച്ചത്. കാരണം ഇപ്പോൾ ഡിസാസ്റ്റർ സിനിമയുടെ അകത്ത് പോയിട്ട് വെറൈറ്റി വേണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കണം എന്നുള്ളത് ഞാനങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യില്ല. അതെങ്ങനെയാണ് ഉണ്ടാവുക ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാം എന്നുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ നോക്കാറുള്ളത്. ആൻഡ് ഈ സിനിമയുടെ അകത്ത് വരുന്ന സമയത്ത് എനിക്ക് തുടക്കത്തിലൊക്കെ ഗ്ലെൻ പവലിനെ കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തോന്നിയിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കണ്ടപ്പോൾ ഞാൻ നൈസായിട്ട് തിയേറ്ററിൽ ചീറൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയുള്ള കുറച്ച് ഇനീഷ്യൽ പോയിൻറ്റ്സിൽ എനിക്ക് ഈ സിനിമ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നു. പിന്നെ ഈ ഫസ്റ്റ് പാർട്ടിൽ വന്നിട്ടുള്ള അതേ ഒരു സിമിലർ ടാറ്റിക്സും അങ്ങനെയൊക്കെ തന്നെയാണ് ഈ സിനിമയെ ഫോളോ ചെയ്യുന്നത്. കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു ഈ സിനിമയുടെ ആദ്യ ഹാഫും കാര്യങ്ങളൊക്കെ അവസാനിച്ചത്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ട്രാക്കൊക്കെ തന്നെയായിരുന്നു. പ്രത്യേകിച്ചൊന്നും അങ്ങനെ കാര്യപ്പെട്ട രീതിയിലൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് പാർട്ടിൽ ഇപ്പോൾ അത്ര ഇമ്പ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ വിഷ്വൽ എഫക്ട്സും ആൻഡ് സൗണ്ട് എഫക്ട്സൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ആ സിനിമ ഇങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കാണാം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു ലെവലിൽ പോലും ഈ ഒരു സ്റ്റാൻഡ് ലോൺ സീക്കിൽ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിരുന്നു. മൊത്തത്തിൽ പറയുമ്പോൾ എനിക്ക് ഒരു ബിലോ ആവറേജ് സിനിമയായിട്ടാണ് ട്വിസ്റ്റേഴ്സ് തോന്നിയത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.